വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗയോഗം. ശ്ലോകം 7 മുതൽ 12 വരെ. ശ്ലോകം 7. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. പ്രിയമുള്ള ആഹാരം പോലും ഗുണങ്ങളുടെ വ്യത്യാസമനുസരിച്ച് 3 വിധമായി ഭവിക്കുന്നു. അതുപോലെ യജ്ഞം, ദാനം, തപസ് എന്നിവയുടെയും 3 വിധം ഭേദം ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ശ്ലോകം 8. ആയു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാഃ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാരാ സാത്വികപ്രിയാഃ. ആയുസ്, ഉത്സാഹം, ദേഹമനോബലം, സുഖം, ഇന്ദ്രിയതൃപ്തി ഇവ വരുത്തുന്നതും സ്വാദുള്ളതും മൃദുവും കേടുവരാത്തതുമായ ഭക്ഷണമാണ് സാത്വികന്മാർക്ക് പ്രിയം. ശ്ലോകം 9. കട്വംളലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാ രാജസസ്യേഷ്ടാ ദുഃഖശോകാമയപ്രദാഃ. ചവർപ്പ്, ഉപ്പ്, പുളി എന്നിവയുള്ളതും എരിവ് കൂടിയതും കാഠിന്യമുള്ളതും തീക്ഷ്ണവും രൂക്ഷവും ദുഃഖം, ശോകം, പലതരം രോഗങ്ങൾ ഇവ ഉളവാക്കുന്നതുമായ ആഹാരങ്ങളാണ് രാജസന്മാർക്ക് പ്രിയം. ശ്ലോകം 10. യാതയാമം ഗതരസം പൂതിപര്യുഷിതം ച യത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. പാചകം ചെയ്ത് യാമങ്ങൾ കഴിഞ്ഞതും രസം നശിച്ചതും ദുർഗന്ധമുള്ളതും ജീർണിച്ചതും ഉച്ഛിഷ്ടമായതും ശുദ്ധിയില്ലാത്തതുമായ ആഹാരം താമസന്മാർ ഇഷ്ടപ്പെടും. ശ്ലോകം 11. അഫലാകാംക്ഷിഭിർയജ്ഞോ വിധിദൃഷ്ടോ യയുജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സ സാത്വികഃ. ഫലകാംക്ഷ കൂടാതെ യജ്ഞം അനുഷ്ഠിക്കേണ്ടതാണെന്നുറച്ച് തനിക്ക് വിധിച്ചിട്ടുള്ള യജ്ഞം അനുഷ്ഠിക്കപ്പെടുന്നു എന്ന് വന്നാൽ അത് സാത്വികമായി ഭവിക്കുന്നു. ശ്ലോകം 12. അഭിസന്ധായ തു ഫലം ദംഭാർത്ഥമഭിചൈവ യത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഹേ അർജുന, ഫലകാംക്ഷയോടുകൂടി താൻ വലിയവനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസം എന്നറിയുക. ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.